1949 ഓഗസ്റ്റ് 29 രാവിലെ 7 മണിക്ക് കസാക്കിസ്ഥാനിലെ വിശാലമായ സമതലങ്ങളിൽ ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തിയ ഒരു സംഭവം അരങ്ങേറി. സോവിയറ്റ് യൂണിയൻ ആദ്യമായി തങ്ങളുടെ ആണവ ബോംബ് പരീക്ഷിച്ചു. സോവിയറ്റുകൾ അതിനെ ഫസ്റ്റ് ലൈറ്റ്നിങ് എന്നും അമേരിക്കക്കാർ അതിനെ ജോ 1 എന്നും വിളിച്ചു. ഇതോടെ അമേരിക്കയ്ക്ക് മാത്രമായിട്ടുണ്ടായിരുന്ന ആണവാധിപത്യം അവസാനിച്ചു. ലോകം ശീതയുദ്ധത്തിന്റെ ആണവ യുഗത്തിലേക്ക് കടന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് തന്നെ സോവിയറ്റ് ശാസ്ത്രജ്ഞനായ ജോർജി ഫ്ലോറോവ് ആണവ വിഭജനത്തെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ പെട്ടെന്നില്ലാതായത് ശ്രദ്ധിച്ചു. അദ്ദേഹം സ്റ്റാലിന് മുന്നറിയിപ്പ് നൽകി. ഉടൻ തന്നെ ശാസ്ത്രജ്ഞൻ ഇഗോ കുർച്ച്തോവിന്റെ നേതൃത്വത്തിലുള്ള രഹസ്യ ആണവ പദ്ധതി ആരംഭിച്ചു. 1945 അമേരിക്ക ഹിരോഷിമയിലും നാഗാസാക്കിയിലും ആണവ ബോംബ് വീഴ്ത്തിയപ്പോൾ സ്റ്റാലിൻ പ്രഖ്യാപിച്ചു, ലോകത്തിലെ ശക്തികളുടെ തുലനം തകർന്നു. ആ ദിവസത്തിൽ നിന്നും ആണവായുധം നേടുക എന്നത് സോവിയറ്റ് യൂണിയന്റെ പ്രധാന ലക്ഷ്യമായി. ശാസ്ത്രീയമായ കഴിവിനോടൊപ്പം ചാരവൃത്തിയിലൂടെ കിട്ടിയ വിവരങ്ങളും മാൻഹട്ടൻ പ്രോജക്റ്റിൽ പങ്കെടുത്ത ക്ലോസ് ഫുക്സ് പോലുള്ള ശാസ്ത്രജ്ഞർ അമേരിക്കൻ ഡിസൈനുകളുടെ പ്രധാന വിവരങ്ങൾ മോസ്കോയിലേക്ക് കൈമാറിയതും സോവിയറ്റുകൾക്ക് നേട്ടമായി. അതേസമയം കുർച്ച്തോവിന്റെ നേതൃത്വത്തിൽ സോവിയറ്റ് ശാസ്ത്രജ്ഞർ സ്വന്തം മുന്നേറ്റങ്ങളും നേടി. 1946 ആദ്യ ആണവ റിയാക്ടർ പ്രവർത്തനം ആരംഭിച്ചു. 1948 പ്ലൂട്ടോണിയം ഉൽപാദനവും ആരംഭിച്ചു. ആണവ പരീക്ഷണത്തിന് സോവിയറ്റുകൾ തിരഞ്ഞെടുത്തത് കസാക്കിസ്ഥാനിലെ സെമി പലാറ്റിൻസ്ക് സമതലം ആയിരുന്നു. ജനവാസമില്ല എന്ന് പറഞ്ഞെങ്കിലും ലക്ഷക്കണക്കിന് ആളുകൾ ചുറ്റുപാടുകളിൽ ജീവിച്ചിരുന്നു. പട്ടിക വീടുകളും പാലങ്ങളും മൃഗങ്ങളും വരെ വെച്ച് ബോംബിന്റെ ആഘാതം പഠിക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തി. പുലർച്ചെ RDS-1 എന്ന് വിളിച്ച ബോംബ് ടെസ്റ്റ് ടവറിലേക്ക് ഉയർത്തി. 7 മണിക്ക് ബോംബ് പരീക്ഷിച്ചു. 22 കിലോ ടൺ ശക്തിയുള്ള പൊട്ടിത്തെറി മൈലുകൾ അകലെ വരെ ജനാലകൾ തകർത്ത് വീടുകൾ പൊളിച്ച് ആകാശത്ത് ഭീമൻ മഷ്റൂം മേഘം ഉയർന്നു. അങ്ങനെ ലോകമറിഞ്ഞു, സോവിയറ്റ് യൂണിയനും ഇനി ആണവ ശക്തിയാണ്. അമേരിക്കൻ നിരീക്ഷണ വിമാനങ്ങൾ ഉടൻ തന്നെ വികിരണ കണങ്ങൾ കണ്ടെത്തി. സെപ്റ്റംബർ 23 പ്രസിഡന്റ് ഹാരി ട്രൂമാൻ പ്രഖ്യാപിച്ചു, സോവിയറ്റ് യൂണിയൻ ആണവ സ്ഫോടനം നടത്തി. ലോകം ഞെട്ടി. ആണവായുധ മത്സരത്തിന്റെ വാതിൽ തുറന്നു. അമേരിക്ക ഉടൻ തന്നെ ഹൈഡ്രജൻ ബോംബ് നിർമ്മിക്കാൻ ഉത്തരവിട്ടു. നാറ്റോ പോലുള്ള സൈനിക സഖ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. മ്യൂച്വൽ അഷ്വേർഡ് ഡിസ്ട്രക്ഷൻ, രണ്ടു പക്ഷവും പരസ്പരം ഇല്ലാതാകുന്ന ഭീഷണി ലോക രാഷ്ട്രീയതയുടെ മുഖ്യ സിദ്ധാന്തമായി. കൊറിയ, വിയറ്റ്നാം, അഫ്ഗാനിസ്ഥാൻ പല രാജ്യങ്ങളും പ്രോക്സി യുദ്ധങ്ങളുടെ യാഗഭൂമിയായി. ശാസ്ത്ര സാങ്കേതിക മത്സരം ആണവോർജ്ജത്തിലും ബഹിരാകാശ പര്യവേഷണത്തിലും വിപുലമായി. എന്നാൽ ഏറ്റവും വേദനാജനകമായ കഥ കസാക്കിസ്ഥാനിലെ സാധാരണ ജനങ്ങളുടേതാണ്. 1949 മുതൽ 1989 വരെ ഇവിടെ 456 ആണവ പരീക്ഷണങ്ങൾ നടന്നു. കുറഞ്ഞത് 15 ലക്ഷത്തോളം പേരെ വികിരണം ബാധിച്ചു. ക്യാൻസർ, ജനന വൈകല്യങ്ങൾ, ദീർഘകാല രോഗങ്ങൾ എന്നിവ തലമുറകളെ ബാധിച്ചു. 1991 ആഗസ്റ്റ് 29 കസാക്കിസ്ഥാൻ സ്വാതന്ത്ര്യം നേടിയപ്പോൾ പ്രസിഡന്റ് നസർബയോവ് ഈ കേന്ദ്രം പൂട്ടി. ഇന്ന് ഓഗസ്റ്റ് 29 യുണൈറ്റഡ് നേഷൻസ് ആണവ പരീക്ഷണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര ദിനമായി ആചരിക്കുന്നു. ഓഗസ്റ്റ് 29 ലോകമോർക്കുന്നത് ഒരു ആയുധത്തിന്റെ ജനനം കൊണ്ടല്ല, മനുഷ്യകുലം ഇനി ഒരിക്കലും ആണവ പരീക്ഷണങ്ങളുടെ ഇരയാകരുതെന്ന പ്രതിജ്ഞ കൊണ്ടാണ്.